ഈ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ മൊത്തമായും ചില്ലറയായും സൈബർ പടയുണ്ടല്ലോ. ആ സൈബർ പടയാകെ ആർക്കെതിരെയാണ് ആക്രമണം അഴിച്ചുവിട്ടത്? അവൾക്കെതിരെയല്ലേ? അതല്ലേ നമ്മൾ കണ്ടത്? ഇപ്പോഴും അതല്ലേ തുറന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളൊരു മാറ്റവും വരുത്തിയിട്ടില്ല. ഞങ്ങൾ അന്നും അവളോടൊപ്പമാണ്, ഇന്നും അവളോടൊപ്പമാണ്. കപ്പിന്റെ കാര്യം ചോദിച്ചപ്പോൾ എന്താ കപ്പിന് ഞാൻ ആ കപ്പ് എടുത്തു പോയത് ഈ അവളൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു എന്ന് മനസ്സിലായിക്കൊണ്ടല്ല. ഞാൻ ആ കപ്പിൽ ഒരു വെള്ളം കുടിക്കുന്നു, അന്നേരം മാധ്യമ പ്രവർത്തകരെ കപ്പിന്റെ ഫോട്ടോ കൊടുക്കുന്നു. അത് യാദൃശ്ചികമായി വന്നതാണെന്നാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ അർത്ഥം അവളോടുള്ള സമീപനത്തിൽ ഞാൻ മാറ്റം വരുത്തിയെന്നല്ല. കപ്പന്റെ കയ്യിലെന്ന് വന്നത് യാദൃശ്ചികമായിട്ടാണ്. അതേ ഞാൻ പറഞ്ഞുള്ളൂ. ബാക്കി മറ്റതെല്ലാം ബോധപൂർവമാണ്. അവളോടൊപ്പം നിൽക്കുന്നതും ഞാൻ പറഞ്ഞ ഈ അവൻ എന്ന് പറഞ്ഞ കൂട്ടത്തിലുള്ള ആളുടെ ഭാര്യയായിരുന്നു. ഇത് ഭാര്യയുടെ ഭാഗമായിട്ടായിരുന്നു ഈ പ്രശ്നം വന്നത്. അവന്റെ ഭാര്യ അത്തരം ഒരു സംഭവത്തിന്റെ പരാതിയുമായിട്ട് വന്നിട്ടുണ്ടോ? എന്തെങ്കിലും കുടുംബ പ്രശ്നമായിരുന്നു? നാട് മുഴുവൻ വ്യഭിചരിക്കാൻ നടന്നിട്ട് സ്ത്രീകളെ വലിയ തോതിൽ ദുർബോധനപ്പെടുത്തി ബലാത്സംഗം ചെയ്തിട്ട് എന്നിട്ട് അവനെ ന്യായീകരിക്കാൻ വേണ്ടി നിൽക്കുകയല്ലേ ചെയ്തു? അതല്ലേ പ്രതിപക്ഷ നേതാവും സംഘവും ചെയ്തത്? എന്തൊരു സംഘമായിട്ടാണത് മാറിയത്? നിങ്ങളൊക്കെ സാംസ്കാരിക കേരളത്തിന് അധപതനല്ലേ? അതിന്റെ ഭാഗമായിട്ടല്ലേ ഈ ചോദ്യം വന്നത്? എന്താ ഞാൻ പറഞ്ഞു തീരട്ടെ എന്ന് നിങ്ങൾ ചോദിച്ചതിന് ഞാൻ പറയണം. നിങ്ങളെ ചോദ്യത്തിന് ഞാൻ മറുപടി പറയും. അതിന് നിങ്ങൾ ക്ഷമിക്കുക. ഗണേഷ് കുമാറിന്റെ കുടുംബമാണ്. കുടുംബത്തിൽ ചില പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നത്തിന്റെ ഭാഗമായി കാര്യങ്ങൾ എടുത്തിയാടി ചെയ്യേണ്ടതല്ല. അവരുടേതായ രീതിയിൽ ആ പ്രശ്നം പരിഹരിച്ചിരിക്കുന്നു. പിന്നെ ഇതിനാ ഞങ്ങൾ ഇടപെടേണ്ട കാര്യം വന്നിട്ടില്ല. അതാണ് കാര്യം.